അധികൃതരുടെ അനാസ്ഥയിൽ വയനാട് മധ്യവയസ്കന് ദാരുണാന്ത്യം. വയനാട് പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ വനം വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. കർണാടകയിൽ നിന്നുള്ള റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് വയനാട്ടിലിറങ്ങിയത്. ഈ ആന അതിർത്തി കടന്ന വിവരം വനം വകുപ്പ് അറിഞ്ഞില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. നാട്ടുകാർക്ക് മുന്നറിയിപ്പ് അനൗൺസ്മെന്റ് നൽകിയില്ല. വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും കളക്ടറും എത്താതെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറാകില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ആനയുടെ ആക്രമണം നടന്ന വിവരം അറിയിച്ചിട്ടും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്നും ആരോപണമുണ്ട്. അതേസമയം കാട്ടാനയുടെ റേഡിയോ കോളർ സിഗ്നൽ നൽകാൻ കർണാടക തയ്യാറായില്ല എന്ന് കേരള വനം വകുപ്പ് വ്യക്തമാക്കി. പലതവണ കത്തയച്ചിട്ടും ആന്റിനയും റിസീവറും ലഭ്യമാക്കിയില്ല. എന്നാൽ ഏത് ആനാണ് മാനന്തവാടിയിൽ ഉള്ളതെന്ന് കർണാടക വനംവകുപ്പിന് വിവരമില്ല. കേരളത്തിലെ വനംവകുപ്പുമായി സംസാരിച്ചു വരികയാണെന്ന് കർണാടക PCF സുഭാഷ് മൽഗണ്ടെ പറഞ്ഞു. അന്വേഷിച്ച ശേഷം മാത്രമേ വിവരം നൽകാനാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. പടമല മുട്ടങ്കര സ്വദേശി പനച്ചിക്കൽ അജിയാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത്. ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കർണാടകയിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ തുറന്നുവിട്ട കാട്ടാനയാണ് ഇയാളെ ആക്രമിച്ചത്. ചാലിഗദ്ദ ആദിവാസി കോളനിക്ക് സമീപമാണ് ആനയുടെ ആക്രമണമുണ്ടായത്. മതിൽ തകർത്ത് വീട്ടിലേക്ക് കയറി വന്ന ആന അജിയെ ഓടിച്ചിട്ട് ആക്രമിക്കുകയായിരുന്നു. കാടിറങ്ങുന്ന കൊമ്പന്മാർ വയനാട്ടിലും മൂന്നാറിലും പാലക്കാടും ഭീതി പരത്താൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഒരിക്കൽ കാടിറങ്ങുന്ന കൊമ്പന്മാരെ കർണാടക കേരള സർക്കാരുകൾ കാട്ടിലേക്ക് തിരിച്ചയച്ചാലും പിന്നീട് വീണ്ടും ഇത് അനകൽ ജനവാസ മേഖലകളിൽ ഇറങ്ങുകയാണ്. ഇതിന് പിന്നാലെയാണ് കാട്ടാനാക്രമണത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നത്. ഇതിന് പരിഹാരം എന്നോണമാണ് കാടിറങ്ങുന്ന ആനകൾക്ക് റേഡിയോ കോളറുകൾ ഘടിപ്പിച്ചത്. എന്നാൽ അതും ഉപകാരപ്പെടുന്നില്ല. കർണാടകയും കേരളവും പരസ്പരം പഴിചാരുമ്പോൾ ജീവൻ ബലി കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്.